ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ മാതൃക മറ്റൊരു രാജ്യം അടിച്ചുമാറ്റി വികസിപ്പിച്ചെടുത്താൽ എങ്ങനെയിരിക്കും? റഷ്യയുടെ പാൻഡസിർ S1 എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിനെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. റഷ്യയുടെ ഈ പാൻഡസിർ S1ന്റെ മാതൃകയാണ് ഇപ്പോൾ അടിച്ചുമാറ്റി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതിനു മുമ്പേ ഈ പാൻഡസിർ S1 എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. റഷ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ പാൻഡസിർ S1 എന്നത് മിസൈൽ ലോഞ്ചറുകളും റാപ്പിഡ് ഫയർ പീരങ്കികളും സംയോജിപ്പിക്കുന്ന ഒരു ഹ്രസ്വ മധ്യദൂര വ്യോമ പ്രതിരോധ സംവിധാനമാണ്. റഷ്യൻ സൈനിക പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണിത്. ഫിക്സഡ് വിംഗ് വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണങ്ങൾ, ആളില്ലാ വ്യോമ വാഹനങ്ങൾ തുടങ്ങിയ വിവിധ വ്യോമ ഭീഷണികളിൽ നിന്ന് കരയിലെ തങ്ങളുടെ രാജ്യത്തിന്റെ യുദ്ധോപകരണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വൈവിധ്യമാർന്ന വ്യോമ ഭീഷണികളിൽ നിന്ന് സൈനിക താവളങ്ങൾ, കമാൻഡ് സെന്ററുകൾ തുടങ്ങിയ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് ഇതിന്റെ കഴിവുകൾ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് തന്നെയാണ്. റഷ്യ തങ്ങളുടെ സൈനിക വ്യാവസായിക സൗകര്യങ്ങളെ സംരക്ഷിക്കാൻ ഈ പാൻഡസിർ S1 ആണ് ഉപയോഗിക്കുന്നത്. $15 മില്യൺ വില വരുന്ന ഈ സംവിധാനം ഒന്നിലധികം വിക്ഷേപണ റോക്കറ്റ് സംവിധാനങ്ങളിൽ നിന്നുള്ള സങ്കീർണവും കുറഞ്ഞ റഡാർ സിഗ്നേച്ചറുകൾ ലക്ഷ്യങ്ങളും ഉയർന്ന കൃത്യതയുള്ള പ്രൊജക്ടൈലുകളും തടയാനുള്ള കഴിവിന് പേരുകേട്ടതാണ്. അതായത് ഈ പാൻഡസിർ എന്നത് ഒരു ട്രക്ക് ചേസസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ ഏകദേശം 12 57E6 അല്ലെങ്കിൽ 57 E6E സർഫസ് ടു എയർ മിസൈൽ ലോഞ്ചറുകളും 2 ഡ്യുവൽ 30mm 2A38M ഓട്ടോമാറ്റിക് പീരങ്കികളുമുണ്ട്. ഇതുവഴി വ്യത്യസ്ത ദൂരങ്ങളിലുള്ള ഭീഷണികളോടെ ഫലപ്രദമായി പ്രതികരിക്കാൻ ഇതിന് കഴിയും. ഇതിന് ഏകദേശം 12 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. അതേസമയം തന്നെ 30mm ഓട്ടോമാറ്റിക് പീരങ്കികൾക്ക് ഏകദേശം 0.2 മുതൽ 4000 മീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും. ഈ സവിശേഷതകൾ കാരണം ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ വേഗത്തിൽ ചലിക്കുന്ന ആകാശ ലക്ഷ്യങ്ങളെ വ്യത്യസ്ത ദൂരങ്ങളിൽ നിന്ന് നിർവീര്യമാക്കാൻ കഴിവുള്ള ഒരു വൈവിധ്യമാർന്ന സംവിധാനമാക്കി ഇതിനെ മാറ്റുന്നു. അതുപോലെ തന്നെ ദിശാ കണ്ടെത്തൽ ഇല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സംവിധാനങ്ങളുള്ള റേഡിയോ നിയന്ത്രണങ്ങൾ, സ്വയംഭരണ അക്വിസിഷൻ, ട്രാക്കിംഗ് റഡാറുകൾ എന്നിവ പോലുള്ള സങ്കീർണമായ ആക്സസറികളും ഇതിലുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ ഈ പാൻഡസിർ S1നെ പുറത്തുനിന്ന് ആരുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ആകാശ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും അതിനെ നശിപ്പിക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ പാൻഡസിർ S1 സിസ്റ്റം കോമ്പാക്ട് വെഹിക്കിൾ ഏകദേശം 12 മിസൈലുകളുണ്ട്. ഇത് 1404 റൗണ്ടുകൾ വഹിക്കും. അതേപോലെ തന്നെ ഇതിന്റെ ട്രാൻസ്പോർട്ട് ലോഡിംഗ് വെഹിക്കിളിൽ 24 മിസൈലുകളുണ്ട്. ഇത് 2808 റൗണ്ടുകളും പൂർത്തിയാക്കും. 1000 mm/s വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെ ഈ സിസ്റ്റത്തിന് നേരിടാൻ കഴിയും. മിസൈലുകളാവട്ടെ 1300 mm/s വരെ വേഗതയിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഇതിന്റെ ഓരോ വാഹനത്തിനും ഒരേ സമയം തന്നെ 4 ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാൻ കഴിയും. ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കഠിനമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അതായത് 30 mm/s വരെ കാറ്റിന്റെ വേഗതയുള്ള സ്ഥലത്തെ -40 മുതൽ +60 വരെ താപനിലയുള്ള സ്ഥലത്തെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. 3000 മീറ്റർ വരെ ഉയരത്തിലും ഹിമാലയൻ പർവ്വതനിരകൾ മുതൽ രാജസ്ഥാനിലെ മരുഭൂമികൾ വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രവർത്തന മേഖലയുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന്റെ പരിതസ്ഥിതിയിൽ പോലും പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. നമ്മുടെ ഇന്ത്യയും 2024 ഇന്ത്യയുടെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും റഷ്യയുടെ റോസോബോറോണെക്സ് പോർട്ടും തമ്മിൽ പാൻഡസിറിന്റെ വകഭേദത്തിനുള്ള ഒരു വമ്പൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു. ഇപ്പോൾ റഷ്യയുടെ ഈ പാൻഡസിർ S1 വ്യോമ പ്രതിരോധ സംവിധാനത്തിലാണ് ഒരു പുതിയ എതിരാളി എത്തിയിരിക്കുന്നത്. ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിൻ ആണ്. അമേരിക്കയുടെ പീറ്റർ ബിൽറ്റ് 320 ഗാർബേജ് ട്രക്ക് അടിസ്ഥാനമാക്കി അതിനെ പ്ലാറ്റ്ഫോം ആക്കിയിട്ടാണ് ഈ ലോക്ഹീഡ് മാർട്ടിൻ റഷ്യയുടെ പാൻഡസിർ S1 എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പകർപ്പ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവർ ഇതിനൊരു പേരും വിട്ടു, പീറ്റർ പാൻഡസിർ. 1987 അവതരിപ്പിച്ച ക്ലാസ് 8 ലോ ക്യാബ് ഫോർവേഡ് ട്രക്കാണ് പീറ്റർ ബിൽറ്റ് 320. മാലിന്യ ശേഖരണത്തിനായി പ്രധാനമായും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എങ്കിലും നിർമ്മാണം, ടാങ്കർ, ഫയർ സർവീസ് ആപ്ലിക്കേഷനുകൾ എന്നിവയ്ക്കും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. 2025 മാർച്ച് 7 ദ ഡെഡ് ഡിസ്ട്രക്റ്റീവ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പീറ്റർ പാൻഡസിർ എന്ന് വിളിക്കുന്ന ഈ മോക്കപ്പ് പരീക്ഷണത്തിനും വിലയിരുത്തലിനും വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എതിരാളികളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പകർത്തി യുദ്ധവിമാനങ്ങളുടെ ടാർഗറ്റിംഗ് എൻഗേജ്മെന്റ് സിസ്റ്റങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മോക്കപ്പ് ടാർഗറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് പൈലറ്റുമാരെയും സെൻസർ ഓപ്പറേറ്റർമാരെയും വിമാന ടാർഗറ്റിംഗ് പോഡുകൾ, റഡാർ, ആയുധ സംവിധാനങ്ങൾ എന്നിവയുടെ കൃത്യതയും വിശ്വാസ്യതയും വിശകലനം ചെയ്യാൻ പ്രാപ്തരാക്കുന്നു.
സാധ്യതയുള്ള ഭീഷണികൾ കണ്ടെത്തുന്നതിനും തരംതിരിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഈ മോക്കപ്പുകൾ ഉപയോഗിച്ച് ശത്രുവിന്റെ സംവിധാനങ്ങളെ പറ്റി കണ്ടെത്തുന്നതിനും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിനും സാഹചര്യ അവബോധം ഉണ്ടാക്കുന്നതിനും ഇലക്ട്രോണിക് യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രതിരോധങ്ങൾ വിലയിരുത്തുന്നതിനും പൈലറ്റിന് പരിശീലനം നൽകുന്നതിനും സഹായിക്കുന്നു. ഇലക്ട്രോ ഒപ്റ്റിക്കൽ ടാർഗറ്റിംഗ് പോഡുകൾ, റഡാർ ഗൈഡഡ് മിസൈലുകൾ, ഇലക്ട്രോണിക് യുദ്ധ സ്യൂട്ടുകൾ എന്നിവയെ പറ്റിയുള്ള ഒരു ഡേറ്റ ഇതുവഴി ലഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ യുദ്ധസമയത്ത് ശത്രുക്കൾ ഏത് രീതിയിൽ പ്രവർത്തിക്കും എന്നതിനെ പറ്റിയുള്ള ഒരു അവബോധം ഇത് നൽകുന്നു. എന്നാൽ ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് അമേരിക്ക എതിർ സേനകളുടെ പരിശീലനത്തിന് വേണ്ടി ഉദ്ദേശിച്ച് വികസിപ്പിച്ചെടുത്തതാണ് എന്നാണ്. അതായത് അമേരിക്കൻ ആർമിയുടെ പരിശീലന അഭ്യാസങ്ങളിൽ OPFOR എന്നത് ഒരു സ്ഥാപിതമാണ്. ഈ OPFOR എന്നത് ഓപ്പോസിംഗ് ഫോഴ്സ്, അതായത് ശത്രുവിനെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു യൂണിറ്റ് ആണിത്. യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഇവർ എതിരാളികളെ പോലെ പ്രവർത്തിക്കുന്നു. ശത്രുക്കളുടെ സിദ്ധാന്തങ്ങൾ, തന്ത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ അനുകരിച്ച് ഈ യൂണിറ്റുകൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് സൈനികർക്കുള്ള ഒരു പരിശീലനം കൂടിയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർ ഭീഷണികളെ നേരിടാൻ വേണ്ടി ശത്രുക്കളുടേതുപോലെയുള്ള പരിഷ്കരിച്ച വാഹനങ്ങളും പ്രവർത്തന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നു. അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള OPFOR യൂണിറ്റുകൾ ഉണ്ട്. ആധുനിക യുദ്ധക്കള സാഹചര്യങ്ങൾ പകർത്തുന്നതിനായി ഇൻഫർമേഷൻ വാർഫെയർ, ഇലക്ട്രോണിക് വാർഫെയർ, സൈബർ ഘടകങ്ങൾ എന്നിവ ഈ OPFOR പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ പാന്റസീർ S1 മോഡൽ അമേരിക്കയ്ക്ക് എങ്ങനെ ലഭിച്ചു എന്ന് നോക്കുകയാണെങ്കിൽ 2020 ലിബിയൻ ജനറൽ ഖലീഫ ഹഫ്താറുമായി സഖ്യത്തിലേർപ്പെട്ട സേനകൾക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വിതരണം ചെയ്ത ഒരു റഷ്യൻ പാന്റസീർ S1 സിസ്റ്റം US വ്യോമസേനയുടെ C-17A ഗ്ലോബ് മാസ്റ്റർ 3 പിടിച്ചെടുത്തിരുന്നു. ഇത് ജർമ്മനിയിലെ റാംസ്റ്റീൻ എയർബേസിലേക്ക് കൊണ്ടുപോയതായും റിപ്പോർട്ടുണ്ട്. തീവ്രവാദികളുടെ കൈകളിൽ ഈ സംവിധാനം എത്തുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോയത് എന്നായിരുന്നു അന്ന് അമേരിക്കയുടെ ന്യായീകരണം. ഇങ്ങനെ പ്രതിരോധ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും സൈനിക തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി അമേരിക്ക വിദേശ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി സ്വന്തമാക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ശീതയുദ്ധകാലത്തെ അമേരിക്കൻ എഞ്ചിനീയർമാർ സോവിയറ്റ് ടാങ്കുകളിലും വിമാനങ്ങളിലും സൂക്ഷ്മ പരിശോധന നടത്തി അവയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കാൻ അവയെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തു. ഇങ്ങനെ പകർപ്പുകൾ നിർമ്മിക്കുന്നതിലൂടെയും പരീക്ഷിക്കുന്നതിലൂടെയും ഈ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവ എങ്ങനെ വിന്യസിക്കപ്പെടുന്നു, നിർണായകമായി അവ എങ്ങനെ പരാജയപ്പെടുത്താം എന്നതിനെ കുറിച്ച് അമേരിക്കൻ സൈന്യത്തിന് ഉൾക്കാഴ്ചകൾ നേടുന്നു. ഈ പാന്റസീർ S1 പോലുള്ള വിദേശ സംവിധാനങ്ങളുടെ പരിശോധന അമേരിക്കൻ പ്രതിരോധ വിശകലന വിദഗ്ധരെ ദുർബലതകൾ വിലയിരുത്താനും ലക്ഷ്യമിടൽ കൃത്യത വർദ്ധിപ്പിക്കാനും അടിച്ചമർത്തൽ തന്ത്രങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കുന്നു. അങ്ങനെ യുദ്ധവിമാനങ്ങൾക്ക് പാന്റസീർ S1 ഉയർത്തുന്ന ഭീഷണി അതിന്റെ ഇടപെടൽ സാഹചര്യത്തെ ആശ്രയിച്ചാണ്. അതായത് സിസ്റ്റത്തിന്റെ 57E6 ഉപരിതല വിമാന മിസൈലുകൾക്ക് ഏകദേശം 20 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. 15 കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ ലക്ഷ്യമിടാൻ ഇതിന് കഴിയും എന്നും റിപ്പോർട്ടുണ്ട്. സൈനിക പ്രതികരണത്തിന്റെ ഭാഗമായി പാന്റസീർ ഉപയോഗിക്കുന്ന ഒരേ ഒരു രാജ്യം റഷ്യ മാത്രമല്ല. അൾജീരിയ, എത്യോപ്യ, ഇറാഖ്, ലിബിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സെർബിയ എന്നിവയും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് പല വകഭേദങ്ങളുമുണ്ട്. എന്തായാലും അമേരിക്ക ഇപ്പോൾ അടിച്ചുമാറ്റി രഹസ്യമായി ഉണ്ടാക്കിയിരിക്കുന്ന ഈ പീറ്റർ പാന്റസീർ F-16, F-18 പോലുള്ള US യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക സെൻസർ സ്യൂട്ടായ സ്നിപ്പർ അഡ്വാൻസ്ഡ് ടാർഗറ്റിംഗ് പോഡിന്റെ പ്രകടനം വിലയിരുത്താനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് അമേരിക്കൻ നിരീക്ഷകർ പറയുന്നത്. തങ്ങളുടെ സായുധ സേനയ്ക്കുള്ള പരിശീലനം വർദ്ധിപ്പിക്കുന്നതിനായി വിദേശ സൈനിക ഹാർഡ്വെയർ പഠിക്കുന്നതിനുള്ള അമേരിക്കയുടെ വിശാലമായ തന്ത്രത്തെയാണ് ഇപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത്. ലോക്ഹീഡ് മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തെക്കാൾ മുനിസിപ്പൽ മാലിന്യ സംസ്കരണവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാഹനമായ ഈ പീറ്റർ ബിൽറ്റ് ചേസസിൽ ഈ സംവിധാനം പുനർനിർമ്മിച്ചത് യഥാർത്ഥ വസ്തുവിന്റെ ആവശ്യമില്ലാതെ തന്നെ അതിന്റെ കഴിവുകൾ അനുകരിക്കുന്നതിനുള്ള പ്രായോഗികവും ചെലവ് കുറഞ്ഞതുമായ ഒരു മാർഗമാണ്. റഷ്യൻ സേന ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കരുത്തുറ്റ ട്രക്കുകളിൽ നിന്നും വളരെയധികം അകലെയാണ് അമേരിക്കയുടെ പീറ്റർ ബിൽറ്റ് 320. അമേരിക്ക F-16 F-18 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ അത്യാധുനിക സെൻസർ സ്യൂട്ടായ സ്നിപ്പർ അഡ്വാൻസ്ഡ് ടാർഗറ്റിംഗ് പോഡിനെ ഈ പാന്റസീർ S1 സംയോജിപ്പിച്ച് പരീക്ഷണം നടത്തുകയാണ് അമേരിക്കയുടെ ഇപ്പോൾ ലക്ഷ്യം. വർഷങ്ങളായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥിരം ഉപകരണമാണ് ഈ പോഡ്. ഇത് രഹസ്യാന്വേഷണം മുതൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങൾ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പൈലറ്റുമാരെ സഹായിക്കുന്നുമുണ്ട്. ഈ പോഡ് ഘടിപ്പിച്ച ജെറ്റുകൾ മോക്കപ്പിന് മുകളിലൂടെ പറത്തി പകലോ രാത്രിയോ തെളിഞ്ഞ ആകാശമോ മേഘങ്ങളോ പോലുള്ള വിവിധ സാഹചര്യങ്ങളിൽ ഇതിന്റെ സെൻസറുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഡേറ്റ ശേഖരിക്കുകയാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.